Hello guys, welcome to For My Football podcast. ഹായ് ഗായ്സ്. തുടങ്ങിയല്ലോ. തുടങ്ങണേക്ക് മുന്നേ എല്ലാരും ഒരേപോലത്തെ ജീൻസ് ഒക്കെ ഇട്ടോണ്ട് പ്രാവശ്യം ജേഴ്സി ഇടണമെന്നൊക്കെ പറഞ്ഞ ജേഴ്സിയാണ് ഇടാൻ പറഞ്ഞത്. കഴിഞ്ഞവണ കണ്ടില്ലേ, കുറച്ചൊക്കെ ഡെഡിക്കേഷൻ വേണം. കഴിഞ്ഞവണ പറഞ്ഞ പോലെ തന്നെ അടുത്തേല് സെറ്റ് ആക്കാം. അടുത്തേലും കടത്തേലും പുതിയ കിറ്റൊക്കെ ഇറങ്ങിയില്ലേ? പുതിയ കിറ്റൊക്കെ ഇറങ്ങി. പുതിയ കിറ്റ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സിറ്റിയുടെ ഏവേ ജേഴ്സി ഒക്കെ ഇറങ്ങാനുണ്ട്. ഏതാ ജേഴ്സി? നമ്മുടെ പുതിയ ഹോമോ അത്രേ റിലീസ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ തന്നെ ജേഴ്സി ആയിരിക്കൂലേ? അല്ല പ്രാവശ്യം മെറൂൺ യുണൈറ്റഡിന്റെ ജേഴ്സി എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായം? ഹോമല്ലേ? ജേഴ്സി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഒരു വൈറ്റ് സ്ട്രൈപ്പ് ഇങ്ങനെ വന്നിട്ട് എടുത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ കുറച്ച് വിന്റേജ് പോലെ പിടിക്കുന്നു. അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം വിന്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രസമൊന്നും ഉണ്ടായില്ല. അല്ല, ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോം ഹോം കിറ്റ് നല്ലായിരുന്നു. യെസ്, നമുക്കിനി യൂറോ കോപ്പ പ്രഡിക്ഷനിലോട്ട് പോവാം. കോപ്പ നമ്മള് കണ്ടിട്ടില്ല, ഞാൻ ഒരു കളി പോലും കണ്ടില്ല. എന്നാലും രാവിലെ എണീച്ച് അത് ഏത് ചാനലിലാന്നൊന്നും അതിലല്ലേ ടെലികാസ്റ്റ് ഇല്ലല്ലോ. ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ കാണുമായിരുന്നു, പക്ഷെ ഈ ടെലികാസ്റ്റ് ഇല്ലാണ്ട് ടെലികാസ്റ്റിന്റെ കാണുമോ 5:30 ഒന്നുമില്ല. ഏതൊക്കെ OTT-ലുണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ കാണാം. ഹൈലൈറ്റ്സ് കാണായിരുന്നു. ഹൈലൈറ്റ്സ് കാണാലോ. ഹൈലൈറ്റ്സ് കാണാം. കോപ്പയോടൊരു താല്പര്യം ഇല്ല. നമുക്ക് യൂറോന്റെ ഫസ്റ്റ് പറയാം അല്ലെ? ഫസ്റ്റ് ഫൈനൽസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? വളരെ ബോറിംഗ് ആയിരുന്നു, ഭയങ്കര. ഇംഗ്ലണ്ട് അല്ല, സ്പെയിൻ ജർമ്മനി ബാക്കി ഭയങ്കര boring. അതാണ് ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് എല്ലാ കളിയും. അയ്യോ, അതിന്റെ ഒരു നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ യൂറോ ഒക്കെ ഭീകരതയല്ലേ? ഫ്രാൻസ് അതെ ഫ്രാൻസ് ഒരു ഓപ്പൺ പ്ലേ ഗോൾ പോലും അടിക്കാണ്ടത്. ഓൺ ഗോൾസ് കൂടുതലുണ്ട് ഫ്രാൻസിന്റെ സ്ക്വാഡില്. എംബാപ്പയ്ക്ക് ഒരു ഗോള്. അതെ, അത് പദ്ധതി പെനാൽറ്റി. ഫ്രാൻസിനൊക്കെ എന്തോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കളി വെച്ചിട്ട് ജഡ്ജ് ചെയ്യാനും പ്രഡിക്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഗെയിം വെച്ചിട്ട് പ്രഡിക്റ്റ് വെരി റിസ്കി പരിപാടി. സ്പെയിൻ തന്നെ. അതായത് നമുക്ക് ഫസ്റ്റ് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസിന്റെ പ്രഡിക്ഷൻ പറഞ്ഞോ, എന്ത് തോന്നുന്നു? സ്പെയിൻ തന്നെ ആയിരിക്കും. ഒരു ഗോൾസ് 2-0, 3-0, മേ ബി 2-1 ഫ്രാൻസ്. ഒരു ഓൺ ഗോൾ. 3 ഓപ്ഷൻസ് ഒന്നല്ല, ഒറ്റ ഓപ്ഷനിൽ പറഞ്ഞു തീർക്കാം. ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ എനിക്ക് തോന്നുന്നൊരു 2-1 സ്പെയിൻ ജയിക്കും. 2-1 സ്പെയിൻ ജയിക്കും. രാഹുൽ ജി എന്ത് പ്രഡിക്ഷൻ? ഭാഗ്യത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നു ഫ്രാൻസ് തന്നെ ജയിക്കും. സ്പെയിന് 90% പൊസിഷനും വെച്ചിട്ട് അത് സ്പെയിന്റെ ഓൺ ഗോൾ ആയിരിക്കും. അതും സ്പെയിന്റെ ഓൺ ഗോൾ. 1-0 ടോപ്പ് സ്കോറർ ആയ ടൂർണമെന്റ്. ഫ്രാൻസ് എക്സ്ട്രാ പെനാൽറ്റി കേൾക്കും. ഓൺ ഗോൾ ഫോമിൽ നിൽക്കുന്ന പെനാൽറ്റിയുടെ പ്രഡിക്ഷനും കൂടി ഒന്ന് പറ. ഇൻട്രസ്റ്റിംഗ് ആയല്ല. പ്രൊഡിക്ഷൻ 4-2, 4-3 ആലോചിക്കട്ടെ. ഒരു പെനാൽറ്റി ടേക്കേഴ്സ് ഒക്കെ ഉണ്ട്. 4-3 ആയിരിക്കില്ല, 5-4 അങ്ങനെ ഒരെണ്ണത്തിന്റെ ഒരു സേവ് ഉണ്ടാവും, അല്ല ഒന്ന് പുറത്തടിക്കും. ഓക്കെ, ഗോളിലാണെങ്കിൽ ഓൺ ഗോൾ അടിച്ചിട്ട് ജയിക്കും. അതെ, എനിക്കും അതാണ് പറയാനുള്ളത്. ഒരു 3-1 സ്പെയിൻ ചിലപ്പോ ജയിക്കുമായിരിക്കും. ആ 1 എന്ന് പറയുന്നത് ഓൺ ഗോൾ ആയിരിക്കും ചിലപ്പോ ഫ്രാൻസിന് കിട്ടാൻ പോണത്. അത്രയ്ക്കും ദാരിദ്ര്യം ഗോൾ സ്കോറിംഗ് ആണ്. അടുത്ത എംബാപ്പെ മാജിക് ആയിരിക്കും. നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സെമിയാണ് കോമഡി. ഇംഗ്ലണ്ട് വേഴ്സസ് നെതർലാൻഡ്സ്. സൂപ്പർ. പറയാം പ്രഡിക്ഷൻ. എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും സ്കോർ ലൈൻ പറഞ്ഞില്ല. സ്കോർ ഒരു 1-0 ഞാന് പ്രഡിക്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ട് ആയിരിക്കും. ഞാൻ പറഞ്ഞേ ഇപ്രാവശ്യം ഭാഗ്യത്തിന്റെ ഒരു യൂറോ. എത്ര കളിയായി ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിച്ച ഗെയിമൊക്കെ ഈ പുഷ്പം പോലെ 2 പോകുന്ന കളിയായിരുന്നു. ലാസ്റ്റ് മാച്ചൊക്കെ എന്തായിരുന്നു, ഗോളൊക്കെ അടിച്ചിട്ടാ ജയിച്ചത്. അതേപോലെ ആരെങ്കിലും വന്ന് അടിക്കും. ക്വാളിറ്റി ഉണ്ട്, പ്ലേയേഴ്സിന് ക്വാളിറ്റി ഉണ്ട്. നെതർലാൻഡ്സ് ഇതുവരെ ഇംഗ്ലണ്ട് ഏറ്റുമുട്ടിയ ടീം കമ്പയർ ചെയ്യുമ്പോൾ നെതർലാൻഡ്സ് ആണ് കുറച്ചും കൂടി ബെറ്റർ. നെതർലാൻഡ്സിന് സ്റ്റാറ്റ്സിന് ഒരു പിടിയുണ്ട് അല്ലേ? നെതർലാൻഡ്സ് നല്ല ഫൈറ്റ് കൊടുക്കും, പക്ഷേ ഇംഗ്ലണ്ട് എനിക്ക് തോന്നുന്നില്ല സ്കോർ ചെയ്തിട്ട് ഇംഗ്ലണ്ട് ജയിക്കും. ഞാൻ നോക്കിയിട്ട് നെതർലാൻഡ്സിൽ ബെല്ലിംഗം ഉണ്ടാവില്ല. മാച്ചിൽ ബെല്ലിംഗം ഉണ്ടാവില്ല. അല്ലല്ല, സ്റ്റാറ്റിൽ ഉണ്ടാവുമല്ലോ, അതങ്ങനെയാണല്ലോ.
റയൽ മാഡ്രിഡ് DNA എന്നൊക്കെ വേണേ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പൊ നെതർലാൻഡ്സ് നമ്മള് ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ അധികം ഗോൾ സ്കോർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് 3-0 ജയിച്ച്. അപ്പൊ അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഒരു 2-0 നെതർലാൻഡ്സ് ജയിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഇംഗ്ലണ്ട് അറിയാലോ, ഇംഗ്ലണ്ടിന്റെ ഭാഗ്യം കൊണ്ടും അതെ ചിലപ്പോ ഈ സെമിയും കൂടി ഇംഗ്ലണ്ട് ഇങ്ങനെ ജയിച്ചു പോകും ചിലപ്പോ ഭാഗ്യം കൊണ്ട്. ഫൈനലില് കലമുടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ കോപ്പ അമേരിക്ക ഉണ്ടല്ലോ, ഓൾറെഡി ബ്രസീല് പുറത്തായി. ഏകദേശം ഈസി ആയി. ഇപ്പൊ പൂള് കണ്ടില്ലേ? ഞാൻ സെമി ഒന്നും പ്രഡിക്ട് ചെയ്യില്ല, ഞാൻ ഡയറക്റ്റ് ഫൈനൽ പ്രഡിക്ട് ചെയ്തതാ. ഫൈനൽ മെസ്സി ഓടിക്കുന്നു, ഇല്ല മെസ്സിയുടെ അസിസ്റ്റ്. മറ്റേ ഫുൾ മെസ്സിന്റെ ആരവം, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതുവരെ ഒരു ഇൻജസ്റ്റിസ് ഫുട്ബോളാ. എന്നാലും നമുക്ക് ഇത് നോക്കണം. ഫസ്റ്റ് കാനഡ ആയിട്ടാണ് സെമി ഫൈനൽ അർജന്റീനയുടെ. അവർ ഓൾറെഡി ഗ്രൂപ്പില് 3-1 തോറ്റേന്ന്. അവരെന്നെയാണ് പിന്നെ മീറ്റ് ചെയ്യണത് സെമിയില്. അത് എനിക്ക് തോന്നുന്നു ഒരു 3-1 ചിലപ്പോ 3-0 പിന്നെ ഉള്ളത് ടൈറ്റ് മാച്ച് ഉറുഗ്വേ കൊളംബിയ. അത് കൊളംബിയ ആയിരിക്കും, ഞാൻ പ്രഡിക്ട് ചെയ്തു. കൊളംബിയ 2-1 കൊളംബിയ അൺബീറ്റൻ റണ്ണാണ് ഇപ്പൊ. 27 ഗെയിംസ് അൺബീറ്റൻ റൺ. അവർ സമ്മതിക്കണം. കൊളംബിയക്ക് വേറെ ലെവൽ ടീം. ഹാമസ് റോഡ്രിഗസ്, ലൂയിസ് ഡിയാസ് ഒക്കെ കത്തിക്കണേ. അതെ അതെ, അത് വേൾഡ് കപ്പിലല്ലേ. അയ്യോ അത് വണ്ടർഫുൾ ഗോളിയായിരുന്നു. മറക്കാൻ പറ്റുമോ? ബെസ്റ്റ് ഗോളായിരുന്നു. അതിനല്ലേ ഇത് അവാർഡ് അത്രയൊക്കെ ഉള്ളു. നല്ല ടീമാണ് ഇപ്പം. ഉറുഗ്വേയിലും കോൺഫിഡന്റ് ടീമാണ്. ടീമുണ്ട് ഉറുഗ്വേക്ക്, ടീമുണ്ട് കളിക്കാൻ. അല്ല, സൗത്ത് അമേരിക്ക ബേസ്ഡ് ടീമുകളിൽ ഉറുഗ്വേ കോമ്പറ്റീറ്റീവ് ആയി നിൽക്കാറുണ്ട്. കൂടെ ഫൈനൽസിലേക്ക്, അതാണ് ഫൈനൽസിന് ഏറ്റുമുട്ടേണ്ട ലെവലൊക്കെ ഉണ്ടോന്ന് അറിയില്ല. ഓൾറെഡി ഡള്ളാണ് മൊത്തത്തില്. ബാലങ്കൻ നായർ അവാർഡ് പ്രാവശ്യം മെസ്സിക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പ്രാവശ്യം കൊടുക്കൂല. കോപ്പ അമേരിക്ക നേടിക്കഴിഞ്ഞാല് പിന്നെ ഇന്റർ മയാമി അല്ല ഫസ്റ്റ് ഒക്കെ അടിച്ചാല് അതുണ്ട്. പക്ഷെ 10 ഗോൾ അടിച്ച പ്ലെയർക്ക് കൊടുക്കും. അപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് നിർത്തുകയാണ്. ലെറ്റ്സ് കണ്ടിന്യൂ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. എല്ലാവരും ഒരുപാട് കോണ്ടന്റ്സും വീഡിയോസും വരാനുണ്ട്. കൊറേ കണ്ടന്റ് കിടക്കുകയാണ് ഇങ്ങനെ കെട്ടിക്കിടക്കണ വരാണ്ട്. ഇനി അതിന്റെ ഒരു സീസൺ തുടങ്ങാറായില്ലേ? എന്നാലും അത്ര ന്യൂസ് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല അല്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ യൂറോ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പം യൂറോയിൽ കത്തി നിൽക്കുന്ന പ്ലേയേഴ്സിനെ ടീംസ് ഇപ്പൊ തന്നെ നോക്കി വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പ്ലേയേഴ്സ് ഒന്നും ഇല്ല. അല്ല, ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാല് കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ കുറെ ബിഗ് മൂവ്സ് ഒക്കെ നടന്നു. ഈ വർഷം ലൈക്ക് ഒരു ലൈം ലൈനിലേക്ക് വന്ന പ്ലേയേഴ്സ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ ട്രാൻസ്ഫറിലൊക്കെ മൂവ് ചെയ്ത പ്ലേയേഴ്സാണ്. ഇനിയൊരു വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു നല്ല മൂവ്മെന്റ് നമ്മൾ എന്തായാലും നമുക്ക് ഈ വർഷം വലിയ ട്രാൻസ്ഫർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ. നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ ഞെക്കിക്കോ. ബൈ.